അപ്പൊ നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. പോലീസിന്റെ പക്ഷത്തൊന്നും വലിയൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരു കാൽനട പ്രചരണ ജാഥ നടത്തിയാലോ കളക്ടറേറ്റ് പഠിക്കലേക്ക്. പുലി നീതി പാലിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചോണ്ട് അല്ലെ? നമുക്ക് വേണ്ടത് പുലി വരുമ്പോ കൊല്ലാൻ പറ്റിയ ഒരാളെയാണ്. നല്ലൊരു നായാട്ടുകാരൻ. പീലിപ്പോസിന്റെ പരിചയത്തിൽ നല്ലൊരാളുണ്ട്. ആരാ? നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള അപകടകാരികളായ ഏത് വന്യമൃഗത്തിനെയും ജനങ്ങൾക്ക് ചോണയുണ്ടേ വെടിവെച്ച് കൊല്ലാം. അതിന് ഒരു നിയമ തടസ്സവുമില്ല. എന്നിട്ട് ആരെയാ കൊണ്ടുവരാൻ പോണത്? കുന്നംകുളത്തുകാരൻ തീറും. കുന്നംകുളത്ത് എവിടെ കാട്? കാടില്ലാത്തടത്ത് എങ്ങനെ ഒരു നായാട്ടുകാരുണ്ടാവുക? അയാൾ വന്നാ പുലിയെ കൊല്ലുന്ന ഉറപ്പല്ലേ? ആള് വിളിക്കണ. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 7ാമത്തെ ആളായത്. പശു ആടും നായൊക്കെ വേറെ. ഈ വർഷം തന്നെ 2ാമത്തെ പ്രാവശ്യം പുലി ഇറങ്ങുന്നു. ഇങ്ങനായ നാട്ടുകാർ എന്ത് ചെയ്യും സാർ? എടിയൊരു പട്ടിയല്ലേ? എന്തു നമുക്ക് വേണോ? ചിലപ്പോ നല്ല പിടിക്കാറായിരിക്കും. ഓക്ക് നേരെ രൂപ പിടിക്കാൻ അറിയാൻ പാടില്ല. എന്നിട്ട് വെടിവെക്കണ കാര്യം വിചാരിക്കുന്നതല്ലോ. ഒന്നുമില്ലെങ്കിലും ചേറിന്റെ അല്ലേ മോൻ? ചന്തീരം കെട്ടതും പൊണ്ണാലെ, ചന്തീരം കെട്ടതും പൊണ്ണാലെ, വാറുണി കെട്ടതും പൊണ്ണാലെ, നാട്ടുകാർ കെട്ടതും പൊണ്ണാലെ. ഇതിപ്പോ നാട്ടുകാര് പുലിവാല് പിടിച്ചതുപോലെ ആയല്ലോ എന്റെ വൈദ്യരെ. ആ പിശാചിന്റെ സന്തതി ഇവിടെ വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞാണ്, വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞു വിട്, ഇത് വലിയ കൊടാലിയാവുന്നു. താൻ കേട്ടോ? അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം അച്ഛനറിയാം. നായാട്ടുകാരെ നമുക്ക് വേറെ കിട്ടില്ലേ? പേടിയുണ്ടോ? പേടിക്കാൻ എന്ത് ചെയ്യും? കാട്ടുപോത്തോട് പോലും കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കാണിച്ചു കൊടുക്കണം. പക്ഷെ അവിടെ നെല്ലിയ പിന്നെന്ത് ചെയ്യും?